മലയാളിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സംഭാവനയോ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നുള്ള സമ്മാനമോ സ്വീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ.ടി. ജലീൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യൻ കറൻസിയോ വിദേശ കറൻസിയോ ₹1 നോട്ടിന്റെ രൂപത്തിൽ പോലും താനോ ഇതുവഴി മറ്റാരെങ്കിലുമോ സ്വീകരിച്ചിട്ടില്ലെന്നും ബെന്നി ബെഹനാന് അയച്ച തുറന്ന കത്തിൽ മന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. കേന്ദ്രാനുമതിയില്ലാതെ കെ.ടി. ജലീൽ വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്ന ആരോപണം ഉന്നയിച്ച് UDF കൺവീനർ ബെന്നി ബെഹനാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. വിശുദ്ധ റംളാൻ മാസത്തിൽ UAE കോൺസുലേറ്റ് സഹായം നൽകുന്നതിന്റെ ഭാഗമായി അർഹരായ കുറെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കക്ഷിയോ രാഷ്ട്രീയ മതമോ ജാതിയോ നോക്കാതെ നൽകിയ പുണ്യത്തിന്റെ അംശത്തെയാണ് വിദേശ ഫണ്ടിന്റെ വിനിമയമെന്നും സംഭാവന സ്വീകരിക്കലെന്നും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ബെന്നി ബെഹനാൻ വിശേഷിപ്പിച്ചതെന്ന് ജലീൽ ആരോപിച്ചു. ഫേസ്ബുക്കിൽ പങ്കുവച്ച തുറന്ന കത്തിലൂടെയാണ് റംസാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ തന്റെ ഭാഗം ജലീൽ വിശദീകരിച്ചിരിക്കുന്നത്. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബെന്നി ബെഹനാന് ഒരു തുറന്ന കത്ത്. പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ MP അവർക്ക്, താങ്കൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്ന ആക്ഷേപവും ആരോപണവും ഉന്നയിച്ച് കത്തയച്ച വിവരം വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന വസ്തുതകളിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ തുറന്ന കത്ത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ബഹുജനബന്ധമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സർവോപരി UDF കൺവീനർ എന്ന നിലയിലും സക്കാത്ത് എന്ന സൽക്കർമ്മത്തിന്റെ പുണ്യവും പ്രാധാന്യവും താങ്കൾക്ക് തീർച്ചയായും അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. സക്കാത്ത് എന്നത് സംഭാവനയോ സമ്മാനമോ അല്ല, മറിച്ച് സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ആഴം വെളിവാക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. ഇക്കഴിഞ്ഞ വിശുദ്ധ റമളാൻ മാസത്തിൽ മുൻ വർഷങ്ങളിലെ തന്നെ പോലെ UAE കോൺസുലേറ്റ് സഹായം നൽകിയതിന്റെ ഭാഗമായി അർഹരായ കുറെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കക്ഷിയോ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ നൽകിയ പുണ്യത്തിന്റെ അംശത്തെയാണ് താങ്കൾ വിദേശ ഫണ്ടിന്റെ വിനിമയമെന്നും സംഭാവന സ്വീകരിക്കില്ലെന്നും യാതൊരു മനസാക്ഷിയുമില്ലാതെ തന്നെ വിശേഷിപ്പിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.